വിശദമായ വാർത്തകളിലേക്ക്. മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ പുതിയ തലമുറ ആർജവം കാണിക്കണമെന്ന് കോഴിക്കോട് രൂപതാ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ. എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ് ഡേയും സവേരിയൻ അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡേയോടനുബന്ധിച്ചായിരുന്നു ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് സമർപ്പണം. സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിശിഷ്ട സേവനം നൽകിയവർക്കുള്ള സവേരിയൻ അവാർഡ് വിതരണവും കോളേജ് ഡേയും കോഴിക്കോട് രൂപതാ അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഈ രാഷ്ട്രത്തെ സേവിക്കുവാൻ, ഈ ജനങ്ങളെ സേവിക്കുവാൻ, ഇവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ സോഷ്യലിസം, ഇവിടുത്തെ സെക്യുലറിസം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ കഴിവ് നമ്മൾ ബിരുദരൊക്കെ കഴിയുമ്പോൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ. എന്നാണോ മനുഷ്യൻ പരസ്പരം വിഭജിക്കാൻ തുടങ്ങുന്നുവോ, ഐക്യവും സ്നേഹവും കളഞ്ഞു വിളിക്കുന്നുവോ, അന്ന് ഈ രാജ്യത്തിന്റെ അധപ്പതനമായിരിക്കും, ഈ രാജ്യത്തിന്റെ നാശമായിരിക്കും. പക്ഷേ വിദ്യാസമ്പന്നരായ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യം നിലനിൽക്കും. പ്രൊഫസർ വർഗീസ് മാത്യുവും കൗൺസിലർ അൽഫോൺസ മാത്യുവും സവേരിയൻ അവാർഡ് ഏറ്റുവാങ്ങി. കോളേജ് മാനേജർ ഫാദർ പോൾ എ.ജെ. അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ സി.ജെ. ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിസ്റ്റർ എ.സി. ജസീന, ഫാദർ ജെറോം ചിങ്ങന്തറ, ഫാദർ ആൽഫ്രഡ് വി.സി., വൈസ് പ്രിൻസിപ്പൽ ഫാദർ ക്ലാർക്സൺ, ഫാദർ സാൻജോസ്, സി. രമ്യ, സി. ആലിസ് എന്നിവർ സംബന്ധിച്ചു. വിവിധ ഇന്റർ സോൺ, ബി സോൺ തലത്തിൽ സമ്മാനം നേടിയവരെയും ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതീക്ഷ ഓർഗൻ റെസിപ്പിയന്റ് ഫാമിലി അസോസിയേഷൻ